എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻ ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞാൻ ഒരു പുതിയ ഗാനവുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ആ ഗാനം മനസ്സിലായി എന്ന് തോന്നുന്നു. തോക്കുകൾ കഥ പറയുന്നു എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീ വല്ലാർ രാമവർമ്മ രചിച്ച് ശ്രീ ദേവരാജൻ മാസ്റ്റർ സംഗീതം ചെയ്ത് ശ്രീ ദാസേട്ടൻ പാടിയ പാരിജാതം തിരുമിഴി തുറന്നു എന്ന ഗാനമാണ്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ മ്യൂസിക് ഇല്ല ഇതിന്. അപ്പോൾ നമുക്ക് നേരെ പല്ലവിയിലേക്ക് പോകാം. ഇതിൻ്റെ ശ്രുതി ഇ, അതായത് 3 കട്ട. അപ്പം നേരെ പാട്ട് തുടങ്ങാനൊരു കിട്ടാൻ വേണ്ടി നമ്മൾ വൈബ്രഫോണിൽ എക്സ്ട്രാ വേണമെങ്കിൽ സഗപസ പാരിജാതം തിരുമിഴി തുറന്നു അങ്ങനെ ആക്കാം. അതായത് ഒരു ബീറ്റ് കണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഞാനിന്ന് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇത് ഹരികാംബോജി രാഗമാണ്, അധികം ചേഞ്ചസ് ഒന്നുമില്ല. അപ്പം നമുക്ക് ഫ്ലൂട്ടിൽ 2 വിരൽ സാ, 2 ഫിംഗർ സായായിട്ട് വായിക്കാൻ, 3 വിരലിലും വായിക്കാം. ഞാൻ വായിച്ചിറക്കിയ കാസറ്റിൽ 3 വിരലിലാണ് സാ വായിച്ചിരിക്കുന്നത്. ഇത് പക്ഷേ 2 വിരലിലും കർണാട്ടിക്കിൻ്റെ ഫിംഗറിങ്ങിലും വായിക്കാം. അപ്പം ഞാനിന്നിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുന്ന 2 ഫിംഗറിങ്ങിലാണ് സാ. ഇങ്ങനെ 2 വിരലിലാണ് വായിപ്പിക്കുന്നത്. അപ്പോൾ ഇത് 3 വിരലിലും വായിക്കാം, സ്വരങ്ങൾ എഴുതി വെച്ച്. പിന്നെ ഈ ട്യൂട്ടോറിയൽ ക്ലാസ് ഞാൻ ഫ്ലൂട്ടിന് വേണ്ടി മാത്രമുള്ളതല്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഒന്നുകൂടി പറയുകയാണ്. ഇതിലെ സ്വരങ്ങൾ നമ്മൾ റിവൈൻഡ് ചെയ്ത് എഴുതി വെച്ച് ഫ്ലൂട്ട്, വയലിൻ, ഹാർമോണിയം, ഓർഗൻ, ഗിറ്റാറ്, സിത്താറ്, വീണ, അങ്ങനെ നാദസ്വരം, ഷേണൈ, അങ്ങനെയുള്ള ഇതര ഇൻസ്ട്രുമെൻറ്റുകളിലും സന്തൂര്, സരോഡ്, അങ്ങനെയുള്ള നമുക്ക് എല്ലാ ഇൻസ്ട്രുമെൻറ്റിലും ഇത് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതിന് കോമൺ ആയിട്ടാണ് ഞാൻ ഈ സ്വരങ്ങൾ പറയുന്നത്. പിന്നെ ഫ്ലൂട്ടിൽ ഞാൻ വായിച്ച് കാണിക്കുന്നു. ഞാൻ ഫ്ലൂട്ടിസ്റ്റായതുകൊണ്ട് അതിൽ തന്നെ വായിച്ച് കാണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഫ്ലൂട്ട് വായിക്കുന്ന ആൾക്കാർ 2 വിരൽ 2 ഫിംഗറിൽ ഇ, അതായത് 3 കട്ട എന്ന് പറയും, അതിൻ്റെ ഫ്ലൂട്ട് എടുത്തിട്ട് റെക്കോർഡ് പിച്ചും അത് തന്നെയാണ്. അപ്പോൾ അതിൽ എടുത്തിട്ട് നമ്മൾ വായിക്കണം. പിന്നെ ഈ ഹരികാംബോജി എന്നുള്ള പേര് വന്നത് പലർക്കും അറിയില്ല. ഹരി, അതായത് നമ്മുടെ ഭഗവാൻ കൃഷ്ണ ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാൻ കാട്ടിൽ നിന്ന് ഒരു കമ്പെടുത്ത് ഊതി. അപ്പോൾ അദ്ദേഹം ഊതിയത് ഇങ്ങനെ ഫുൾ ഹാഫ് നോട്ടൊന്നും ഇല്ലാതെയാണ് അദ്ദേഹം വായിച്ചത്. അപ്പോൾ ഹരി കാട്ടിൽ നിന്ന് ഒരു കമ്പെടുത്ത് ഊതി. അപ്പോൾ ഇതിൻ്റെ പേര് പുരാതന കാലത്ത് ഹരി കാമ്പ് ഊതി, ഹരി കാമ്പൂതി, പിന്നെ അത് ഹരി കാമ്പോതി അങ്ങനെ പരിണമിച്ചു. പിന്നെ അവസാനം ഇപ്പോൾ ഹരി കാമ്പോജി അങ്ങനെ പേര് വന്നു. ശരിക്കും പറഞ്ഞാൽ ഹരി കമ്പെടുത്ത് ഊതി, ഹരി കാമ്പ് ഊതി എന്നാണ്. അങ്ങനെയാണ് ഈ ഹരി കാമ്പോജി രാഗം ഇതിൻ്റെ പേര് വന്നത്. ഇതിൽ നിന്നാണ് മറ്റുള്ള രാഗങ്ങളെല്ലാം പരിണമിച്ചത് എന്നുള്ളതാണ് ചരിത്രം. ചരിത്രത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല, ഏകദേശം എൻ്റെ ഒരു ചെറിയ അറിവ് പറഞ്ഞത് മാത്രം. അപ്പം നമുക്ക് ഈ ഷഡ്ജം, 2 വിരൽ ഷഡ്ജം ആയിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒന്നുകൂടി ഞാൻ അതിൻ്റെ ആരോഹണം കാണിക്കാം. സാ രി ഗ മ പ ദ നീ സാ.
ഇനി ഞാൻ നമ്മുടെ പാട്ടിലേക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഒരു വൈബ്രോഫോണിൽ കൊടുക്കണം പാട്ട് വായിക്കാനുള്ള നമുക്കൊരു ക്യൂ കിട്ടാൻ വേണ്ടി. 1 2 3 4 5 പാരിജാതം തിരുമിഴി തുറന്നു. അതിനുവേണ്ടി ആ 1 2 3 4 വൈബ്രോഫോണിൽ സ ഗ പ സ പാരിജാതം തിരുമിഴി തുറന്നു. 1 പാദഗാരി സ സ സ സ സ സ സ സ. ഇതാണ് എൻ്റെ സ്വരങ്ങൾ. 1 പാദഗാരി സ സ സ സ സ സ സ സ. വായിക്കുമ്പോൾ 1 ഒന്നുകൂടി വായിക്കാം. 1 അടുത്തത് 1 നി സ സ പ മ മ ഗ ഗ രി രി ഗ ഗ ഗ. പവിഴമുന്തിരിപ്പൂത്തു വിടർന്നു. 1 നി സ സ പ മ പ മ ഗ മ ഗ രി രി ഗ ഗ ഗ. വായിക്കുമ്പോൾ 1 1 ഗാമഗ എന്നുള്ളത് 8 ഹോൾസ് ഉണ്ടെങ്കിൽ ഗാമഗ ഈ മക കൊടുക്കാം. 6 ഹോൾസ് അല്ലെങ്കിൽ ഗാമഗ എന്ന് വായിക്കണം. അപ്പോൾ കുറച്ച് ചാട്ടം വരും. അതുകൊണ്ട് നമ്മൾ എല്ലാ പാട്ടുകളും വായിക്കാനും 7 ഹോളുള്ള ഫ്ലൂട്ടുകൾ നമുക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ബാസിലിൽ കൈ എത്തില്ല, ഹോൾ ഉണ്ടാവും പക്ഷെ എത്തില്ല. അപ്പോൾ 6 ഹോളിൽ വായിക്കുമ്പോൾ ചാട്ടം കൂടും ചില സ്ഥലങ്ങളിൽ ഈ ഗാമക വരുമ്പോൾ. അപ്പോൾ ഇത് 7 ഹോൾസ് ആകുമ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം. കർണാട്ടിക് ഫ്ലൂട്ടാണെങ്കിലും ഇവിടെ ആയിരിക്കും ഹോൾ വരിക. അപ്പോൾ അവിടെ കൊടുക്കാം. ആ 7th ഹോള് ഈ ആദ്യത്തെ 3 വിരൽ, ഈ 4 വിരലിൽ ഈ ചെറുവിരലിന് ഒരു ഹോള് വേണം. വായിക്കാൻ പറ്റിയ സ്ഥലത്തൊരു ഹോള് വേണം. അപ്പോൾ ഹിന്ദുസ്ഥാനി ഫ്ലൂട്ടിൽ 6 ഹോളുള്ളെങ്കിൽ 7 ഹോളുള്ള കിട്ടാനില്ലെങ്കിൽ ചില സ്ഥലത്തുണ്ടാവും. 8 ഹോളുള്ള വായിച്ചിട്ട് 7ാമത്തെ ഹോളുമ്പോൾ ടച്ച് ഇടുക. 8ാമത്തെ ഹോള് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 ആദ്യം തൊട്ട് വായിക്കാം. 1 1 നി സ സ പ മ പ മ ഗ മ ഗ രി രി ഗ ഗ ഗ. 1 ഒന്നുകൂടി വായിക്കാം. 1 അടുത്തത് നീലോൽപലമെഴി 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 നീലോൽപലമെഴി. മാമാ ഈ ടച്ച് ഇവിടെ കൊടുക്കാം. മാമാ മാമാ മാദ മാമാ മാമാ മാദ മഗരി സനി മഗരി സനി നീ 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 മഗരി സനി നീ 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 മാ 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 ദ മഗരി സനി നീ 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 നീ. ഫ്ലൂട്ടിൽ വരുമ്പോൾ ഒന്നുകൂടി വായിക്കാം. ഒന്നുകൂടി വായിക്കാം. മാ 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 ദ മഗരി സനി. മഗരി സ സ്പീഡാണ്. മഗരി സനി നീ 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 നീ. നീയുടെ ടച്ച് ഇവിടെ ദായുടെ വിരലിൽ, മായുടെ വിരൽ ടച്ച് ഗ. ഇത് സനി ദ പ മ ഗ. ഇത് ഗായുടെ വിരലാണത്. അപ്പോൾ മായുടെ ടച്ച് ഗായുടെ വിരൽ. അടുത്തത് നീ മാത്രമെന്തിനുറങ്ങി നിരി ഗരി സരിഗ ഗരി സരിഗ സ്പീഡ് വരും. ഗരി സരിഗ രി സ സാ സാ
നി രി 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 ഗരി സരി ഗ ഗരി സരി ഗ രി സ സാ സാ. ഫ്ലൂട്ടിൽ വരുമ്പോൾ അപ്പം ഞാൻ ഇത് ഫുള്ളായിട്ട് വായിക്കാം. പാരിജാതം തൊട്ട് 4 വരി ഫുള്ളായിട്ട് ശ്രദ്ധിച്ചോളൂ. 1 അപ്പം ഞാൻ ഇത് ഫുള്ളായിട്ട് വായിക്കാം. പാരിജാതം തൊട്ട് 4 വരി ഫുള്ളായിട്ട് ശ്രദ്ധിച്ചോളൂ. 1 ഒന്നുകൂടി വായിക്കാം. 1 ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി, പരിപൂർണമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.